ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേജ് നമ്പർ 96ലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. അതിൽ 3 പാർട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇഫ് 3 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമോങ് 4 പേഴ്സൺസ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ്? 3 കേക്കുകൾ എന്താണ് 4 പേർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് കിട്ടുന്ന കേക്കിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എത്രയായിരിക്കും? 1/4 ആയിരിക്കും അല്ലേ? ഒരു കേക്ക് 4 പേർക്ക് വീതിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന എത്രയാണ്? 1/4 ആണ്. ഇനി 2 കേക്കാണെങ്കിലോ അത് 2/4 ആയിരിക്കും. 3 കേക്കാണെങ്കിൽ 3/4 ആയിരിക്കും. ഇതായിരിക്കും അതിന്റെ ആൻസർ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം 3/4. വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ കേക്ക്, ഒരു കേക്കാണെങ്കിൽ അതിനെ 4 പാർട്ടായിട്ട് മാറ്റുകയാണെങ്കിൽ അതിലൊരു ഭാഗം കൊടുക്കുകയാണെങ്കിൽ ഇത് എത്ര പാർട്ടുണ്ട്? 4 പാർട്ടുണ്ടല്ലേ? അതിൽ ഒരു പാർട്ടാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 2 കേക്കുകൾ മുറിക്കുകയാണ്. ഒരു കേക്ക് ഇവിടെ, രണ്ടാമത്തെ കേക്ക് ഇവിടെ. അതെന്താണ്? 4 പീസാക്കുകയാണ്. അതിലൊരു ഭാഗം കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് 2 പീസാണ് കിട്ടുന്നത് അല്ലേ? മൊത്തം ഡിവൈഡ് എത്ര ചെയ്തത്? 4 ആണ്. അപ്പോൾ 4ൽ 2 ഭാഗമാണ് അയാൾക്ക് കിട്ടുന്നത്. ഇനി ഒരു കേക്ക് കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 3/4 ആയിരിക്കും അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അതേപോലെ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇഫ് എ 3 മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പീസസ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കേക്ക് ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 3 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു റിബൺ ആണെന്നേ ഉള്ളൂ. അതെന്താണ്? 4 പേർക്ക് വീതിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന എത്രയായിരിക്കും? 3/4 ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു റിബൺ വരച്ചു. അതിനെ 1 സെന്റിമീറ്ററിൽ 3 പീസാക്കി മാറ്റി. വീണ്ടും അതിനെ 4 പീസാക്കി മാറ്റി. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 3 മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പീസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് എഴുതാം. അതൊരു മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 2 സ്വീറ്റ്സ് ഉണ്ടെന്ന് കരുതട്ടെ. അത് നമ്മൾ എത്ര പേർക്കാണ്? 2 പേർക്ക് വീതിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒരാൾക്ക് 1 കിട്ടും. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? 2 സ്വീറ്റ്സ് 2 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യുന്നത്? 2 ഹരിക്കണം 2 അല്ലേ? 2 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡിവൈഡഡ് ബൈ 2. രണ്ടും സെയിം ആണ്. അപ്പോൾ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. 2 സ്വീറ്റ്സ് 2 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 എന്ന് എഴുതി. ഇനിയിപ്പോൾ 4 സ്വീറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് കരുതുക. അത് 3 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? 4/3 ആണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ 3 മീറ്റർ ലോങ് റിബൺ എന്ത് ചെയ്യേണ്ടി വരും? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ 3/4 അതെന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 4 പേഴ്സൺസ്. 3 ലിറ്റർ മിൽക്ക് എത്ര വേണം? 4 പേർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 ഹരിക്കണം 4 ആണ് ചെയ്ത് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ എത്രയാണോ കിട്ടുന്നത് ഇത്രയും ലിറ്റർ എന്ത് ചെയ്യേണ്ടി വരും? ഒരാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ആൻസർ എന്തായിരിക്കും? 3/4 ലിറ്റേഴ്സ് എന്നായിരിക്കും. ഇവിടെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ 2 മീറ്റർ ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്, വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസസ് ഇൻ മീറ്റേഴ്സ്? 2 മീറ്റർ നീളമുള്ള റോപ്പ് എന്താക്കി മാറ്റുകയാണ്? 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നുണ്ട്? 2 ഹരിക്കണം 5 ആണ്. അത്രയും മീറ്റർ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 2/5 മീറ്റേഴ്സ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് 1 മീറ്റർ ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ് ഈസ് ഈക്വൽ ടു 1/5 മീറ്റേഴ്സ്. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? 2 മീറ്റർ ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ് ഈസ് ഈക്വൽ ടു 2/5 മീറ്റേഴ്സ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത്. 4 കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 പാക്കറ്റ്സ് അല്ലേ? 4 കിലോഗ്രാം വരുന്ന ഷുഗർ എന്താണ്? 5 പാക്കറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടെയും ചെയ്യേണ്ടത് എന്താണ്? 4/5 ആണ് നമ്മൾ കാണേണ്ടത്. അത്രയും എന്തായിരിക്കും? കിലോഗ്രാംസ് ആയിരിക്കും. നമുക്ക് kg എന്ന് എഴുതാം. അത്രയും കിലോഗ്രാംസ് ആയിരിക്കും ഓരോ പാക്കറ്റിലും വരുന്നത്. പേജ് നമ്പർ 96ലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ന്യൂ ഫ്രാക്ഷൻസ് അത് നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും കണക്കുകൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അതിനുശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. മറ്റൊരു വീഡിയോയുമായിട്ട് സെയിം പേജിലെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.